ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ച് നാളെ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ പുതിയൊരു വീഡിയോ ചെയ്യുമ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് നമ്മുടെ പലരുടെയും വീടുകളിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നത്തിനുള്ളൊരു പരിഹാരമാണ്. അതായത് നമ്മളെല്ലാവരുടെയും വീട്ടിൽ പാറ്റ കാണും. പാറ്റയില്ലാത്ത വീടുകൾ എന്ന് പറഞ്ഞാൽ വളരെ വിരളമായിരിക്കും, ഇല്ലെന്ന് തന്നെ പറയാം. ഇതൊരു വലിയ ശല്യമാണ് നമ്മുടെ ഇതെല്ലാം ഓടി നടക്കുന്ന രാത്രിയിൽ. പിന്നെ ഇനി അതൊക്കെ പോട്ടെന്ന് വെച്ചാലും നമ്മുടെ പല സാധനങ്ങളും കരണ്ട് നശിപ്പിക്കും. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമായിട്ട് പലരും ഉപയോഗിക്കുന്നത് പലതരത്തിൽ പെസ്റ്റിസൈഡ്സ് നമ്മൾ സ്പ്രേ ചെയ്യാവുന്ന പലതും അവൈലബിൾ ആയിട്ടുണ്ട് മാർക്കറ്റിൽ. അതൊക്കെ സ്പ്രേ ചെയ്ത് കൊല്ലാൻ നോക്കുമായിരിക്കും. കുറേയൊക്കെ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും, കാരണം ഇത് കൊല്ലുകയാണല്ലോ. പക്ഷെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പാറ്റ കാണണം, പിന്നെ അടിക്കണം. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും കുറച്ച് സമയം എടുക്കും. പിന്നെ നമ്മൾ മിക്കതിനെയും കാണത്തില്ല, ഇത് ഒളിച്ചിരിക്കുമായിരിക്കും. അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതിനൊരു ഒരു ശാശ്വത പരിഹാരം, അല്ലെങ്കിൽ നമുക്കൊരു പരമാവധി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലാക്കുക ആക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനെന്ത് ചെയ്യാൻ പറ്റും? അതിനുവേണ്ടി നമുക്ക് ഒരു ട്രാപ്പ് ഉണ്ടാകാം. ആ ട്രാപ്പിൻ്റെ സ്റ്റെപ്സാണ് ഞാൻ ഈ വീഡിയോ വഴി പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ട്രാപ്പിനകത്ത് എന്താണ് ഉപയോഗിക്കുന്നത്? ഒബ്വിയസ്ലി ഒരു വിഷപദാർത്ഥം പാറ്റയ്ക്ക് തിന്നുമ്പോൾ അതിനെ നശിപ്പിക്കാൻ പറ്റുന്ന ഒരു വിഷപദാർത്ഥം നമുക്ക് ഉപയോഗിക്കണം. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ബോറിക് ആസിഡാണ് അതിന് വേണ്ടിയിട്ട്. ഈ ബോറിക് ആസിഡ് നമുക്ക് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും, അല്ല കടയിൽ വാങ്ങിക്കാൻ കിട്ടും. ഇത് ഭയങ്കര കോമൺ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ്. പേര് ആസിഡ് എന്ന് കേട്ടിട്ട് നിങ്ങൾ പേടിക്കുകയൊന്നും വേണം. നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വളരെ സേഫ് ആയിട്ടുള്ള സാധനമാണ്. അങ്ങനെ കയ്യിലൊന്നും വീണ പൊള്ളത്തൊന്നുമില്ല. കാരണം ഇത് നമ്മുടെ ക്യാരം ബോർഡിൽ ഇത് സ്ട്രൈക്കർ മൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇടുന്ന പൗഡറിൽ ബോറിക് ആസിഡ് അത് ബോറിക് ആസിഡാണ് മോസ്റ്റ്ലി. അപ്പോൾ നമുക്ക് തൊട്ടതൊക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ. അപ്പം അത് അങ്ങനെ ഒരു ഹാൻഡിൽ ചെയ്യാനുള്ള എളുപ്പമുള്ള ഒരു സാധനമാണ്. അപ്പോൾ ഇത് വെച്ച് നമുക്കൊരു ട്രാപ്പ് ഉണ്ടാക്കി ആ ട്രാപ്പിലൂടെയാണ് നമ്മൾ ഈ പാറ്റകളെ ഒഴിവാക്കാൻ. അപ്പം ഞാനിവിടെ ഉപയോഗിക്കുന്നത് പ്രിസ്റ്റോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ബോറിക് ആസിഡാണ്. ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചാണ്. ഇത് ആമസോൺ ബ്രാൻഡാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനിതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഇത് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ, ഇപ്പം ഇത് വേണമെന്നില്ല, നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ബോറിക് ആസിഡ് വാങ്ങിക്കുക, അത് മതിയാവും ഈ ഒരു അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടത് പഞ്ചസാരയും മൈദയാണ്. നോർമൽ മൈദ, സാധാരണ വൈറ്റ് ഷുഗർ. അപ്പോൾ ഇതിൻ്റെ ഒരു കളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1:1:1. അതായത് നമ്മൾ 1 സ്പൂൺ പഞ്ചസാര, 1 സ്പൂൺ മൈദ, 1 സ്പൂൺ ബോറിക് ആസിഡ്. അതായത് അത് ആ ഒരു റേഷ്യോയിൽ വേണം നമ്മളിത് എടുക്കാൻ. ഇപ്പോൾ ഒന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ 2 സ്പൂൺ ബോറിക് ആസിഡ്, 2 സ്പൂൺ മൈദ, 2 സ്പൂൺ പഞ്ചസാര. അങ്ങനെ അതായത് ബേസിക്കലി 1:1:1 എന്നുള്ളൊരു പ്രപ്പോർഷനിൽ നിങ്ങൾ എടുക്കുക. അതിന് ശേഷം നമ്മളിത് മിക്സ് ചെയ്യേണ്ടത് പാലൊഴിച്ചിട്ടാണ്. അത് പാലൊഴിച്ച് ഈ ഐറ്റം മിക്സ് ചെയ്ത് വേണം നമ്മളൊരു ട്രാപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിവിടെ ഓൾറെഡി പഞ്ചസാരയും മൈദയും എടുത്തു. അതിൻ്റെ കൂടെ ഞാനിപ്പോൾ ബോറിക് ആസിഡ് ആഡ് ചെയ്യുകയാണ്. ഇത് ബോറിക് ആസിഡ് ആഡ് ചെയ്തതിന് ശേഷം ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് പാലൊഴിച്ച് വേണം നമുക്കിതൊരു പേസ്റ്റ് പോലെ ആക്കണം. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പേസ്റ്റ് പോലെ ആക്കുമ്പോൾ നിങ്ങൾ കൺസിസ്റ്റൻസി ശ്രദ്ധിക്കുക. ഒരുപാട് പാലൊഴിച്ച് ഇത് വെള്ളം പോലെ ആക്കരുത്, ഒരുപാട് ഒട്ടും ഒഴിക്കാതിരിക്കരുത്. അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പേസ്റ്റ് പോലെ ആവത്തില്ല. അത് നമുക്കൊരു പേസ്റ്റ് പോലെ ആക്കി എടുക്കണം. അതാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പം നിങ്ങൾ അതനുസരിച്ച് ചേർത്ത് ഇത് കുഴച്ച് ഒരു പേസ്റ്റ് പോലെ. ഓക്കെ, ഇവിടെ നമ്മുടെ പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാതെ നല്ല ഒരു പേസ്റ്റിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്ത് നോക്കുക. ഒരുപാട് ലൂസായി പോകാണ്ടിരിക്കുക, അതാണ് മെയിനായിട്ട് നോക്കേണ്ടത്. അപ്പോൾ ഇത് റെഡി ആയതിനു ശേഷം നമുക്കിനി വേണ്ടത്, ഇത് നമുക്ക് അലുമിനിയം ഫോയിലിലേക്ക് ആഡ് ചെയ്തിട്ട് അത് നമ്മൾ അലുമിനിയം ഫോയിൽ ഫോൾഡ് ചെയ്ത് ഒരു ക്യൂബ് പോലെ ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് അലുമിനിയം ഫോയിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് അലുമിനിയം ഫോയിൽ ഫോൾഡ് ചെയ്ത് ചെറിയ ചെറിയ ക്യൂബുകളാക്കാം. എന്നിട്ട് അതിന് ശേഷം നമ്മളൊരു ഫോർക്ക് എടുത്തിട്ട് ഈ അലുമിനിയം ഫോയിലിൽ കുറച്ച് സുഷിരങ്ങൾ ഇട്ട് കൊടുക്കണം. ഇങ്ങനെ ഇതുപോലെ ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ ചെറിയ ചെറിയ സുഷിരങ്ങൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ സുഷിരങ്ങൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ അലുമിനിയം ഫോയിൽ നമുക്ക് വെക്കേണ്ട എവിടെയാണോ, അതായത് ഇപ്പോൾ നമ്മൾ ഈ പാറ്റകൾ കൂടുതലായിട്ട് വരുന്ന സ്ഥലങ്ങളിൽ ഈ നമ്മളിപ്പം ഈ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഈ ഒരു ചെറിയ പീസുകളായിട്ടുള്ള ഈ അലുമിനിയം ഫോയിലുള്ള ബോറിക് ആസിഡ് ട്രാപ്പ് കൊണ്ട് വെക്കണം. അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ കോർണേഴ്സിലൊക്കെ വെക്കുക. എവിടെയാണ് പാറ്റകൾ കൂടുതലായിട്ട് വരാൻ സാധ്യതയുള്ള അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് വെക്കുക. അപ്പോൾ ഈ ട്രാപ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. അതായത് പല സ്റ്റേജുകളായിട്ടാണ് ഇത് പാറ്റേനെ കൊല്ലുന്നത്. ആദ്യമായിട്ട് ഇത് പാറ്റയുടെ ദേഹത്ത് പറ്റി പിടിച്ചിരുന്നിട്ട്, അത് ഒന്നാമത്തെ കാര്യം ഇത് ക്രിസ്റ്റൽസ് ആണ്. അപ്പോൾ അത് അതിൻ്റെ ദേഹത്തേക്ക് തുളച്ച് കയറാൻ സാധ്യതയുണ്ട്, അങ്ങനെ പാറ്റ നശിക്കാം.
കാരണം ഇതിൻ്റെ വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ബോഡിയാണ്. പിന്നെ ഇത് ഒബ്വിയസ്ലി ഇതൊരു ആസിഡ് ആയതുകൊണ്ട് തന്നെ അത് അതിന് ജലാംശം പാറ്റയുടെ ശരീരത്തിലുള്ള ജലാംശത്തിനെ അഫക്റ്റ് ചെയ്ത് ജലാംശം കുറയ്ക്കും. അപ്പോൾ അങ്ങനെയും അത് നശിക്കും. ഇതല്ലാതെ ഇത് ടോക്സിക്കാണ്. അപ്പോൾ ഇതിൻ്റെ വയറിനുള്ളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് അങ്ങനെ തന്നെ നശിപ്പിക്കും. ഈ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ ഈ ഒരു ഇത് നമ്മൾ അലുമിനിയം ഫോയിലിനകത്ത് വെച്ചിരിക്കുന്ന നമ്മൾ വെക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം എന്ന് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പാറ്റ വന്നിട്ട് ഇതിൻ്റെ ആൻറ്റിന ഉപയോഗിച്ച് ഈ ഐറ്റം ഇതിനകത്ത് നിന്ന് ഇതെടുത്ത് കഴിക്കാൻ നോക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയാണ് ഇത് നശിക്കുന്നത്. അതല്ലാതെ തന്നെ ഫൈനലായിട്ട് ഇതിന് നെസ്റ്റിലേക്ക് പോകും. അവിടെ വെച്ചായിരിക്കും ഒരുപക്ഷെ മരിക്കുന്നത്. അങ്ങനെ സംഭവിക്കുമ്പോൾ ഈ പാറ്റ കാനിബലിസ്റ്റിക്കാണ്. അതായത് പാറ്റ മരിച്ച പാറ്റകളെ മറ്റ് പാറ്റകൾ വന്ന് കഴിക്കും. അപ്പോഴും ഇതിൻ്റെ ഈ ഒരു ബോറിക് ആസിഡിൻ്റെ ആ ഒരു എഫക്റ്റ് അവിടെ നിലനിൽക്കുന്ന കാരണം ആ സമയത്തും ഈ പാറ്റ മരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്ക്. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ഇമേജിനകത്ത് നോക്കി കഴിഞ്ഞാൽ കാണാം, ആ ഒരു തുള കണ്ടോ? അത് ഇതുപോലെ പാറ്റ വന്ന് ഇതിനകത്ത് തുരന്നെടുത്ത് കഴിച്ചിട്ട് പാറ്റ മരിച്ച് കിടക്കുന്നതാണ് ഈ കാണുന്നത്. ഇവിടെ ഒരു പാറ്റേ ഉള്ളൂ. പക്ഷേ അത് ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട, പാറ്റകൾ ഒരുപാട് വരും. പിന്നെ മാത്രമല്ല, ഞാനൊരു പാറ്റ തല്ലി കൊന്നിട്ട് ഇവിടെ ഇട്ടിട്ട് കാണിക്കുന്നതല്ല, ഇത് ശരിക്കും ചത്ത പാറ്റയാണ്. ഇനി നിങ്ങൾക്ക് ഇത് അലുമിനിയം ഫോയിൽ കിട്ടിയില്ല, അല്ലെങ്കിൽ അലുമിനിയം ഫോയിൽ വെക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഇത് ഉരുട്ടിയിട്ട് ഉണക്കി ഇങ്ങനെ കേക്ക് പോലെ വെച്ചാലും മതി. സെയിം എഫക്റ്റ് തന്നെ കിട്ടും. അപ്പോൾ അലുമിനിയം ഫോയിൽ വേണം നിർബന്ധമില്ല. പക്ഷേ അലുമിനിയം ഫോയിലാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഇത് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമായതുകൊണ്ടാണ് അലുമിനിയം ഫോയിൽ വെക്കാം. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ പാറ്റയുടെ ശല്യം ഉണ്ടെങ്കിൽ ഈ ഒരു ട്രിക്ക് പരീക്ഷിച്ച് നോക്കുക. സക്സസ് ആകുമെന്നാണ് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഞാനിത് പരീക്ഷിച്ച് വിജയിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. ഞങ്ങൾ ഒരുമാതിരിപ്പെട്ട എല്ലാ കമൻസിനും തന്നെ റിപ്ലൈ കൊടുക്കാറുണ്ട്. സോ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.